കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൗസ് സർജനായിരിക്കെ കൊല്ലപ്പെട്ട ഡോക്ടർ വന്ദനാദാസിൻ്റെ ആഗ്രഹങ്ങളിലൊന്ന് സഫലമാകുന്നു. സാധാരണക്കാർക്കായി ഒരു ക്ലിനിക് എന്ന അത് ഡോക്ടർ വന്ദനയുടെ സ്വപ്നമായിരുന്നു. അത് വന്ദനയുടെ മാതാപിതാക്കൾ യാഥാർത്ഥ്യമാക്കുകയാണ്. ഈ മാസം 10-ാം തീയതി ക്ലിനിക്കിൻ്റെ പ്രവർത്തനം ആരംഭിക്കും. ഞങ്ങൾക്കൊരു ആഗ്രഹമായിരുന്നു. അവിടെ അമ്മ വീടിൻ്റെ അവിടെ അവർക്ക് ഒരു ചെറിയ വീട് വെക്കണം. അവിടെ മോളുടെ ഓർമ്മയ്ക്കായിട്ട് ഒരു ക്ലിനിക്ക് പോലെ ഫ്രീ സർവീസായിട്ട് ഏക മകളുടെ കണ്ണീരോർമ്മകളിൽ നിന്ന് മോചിതരായിട്ടില്ല മോഹൻദാസും വസന്തകുമാരിയും. മകൾക്ക് നീതി ഉറപ്പാക്കാനുള്ള നിയമ പോരാട്ടത്തിനൊപ്പം അവളുടെ ഓരോ സ്വപ്നങ്ങളും നെഞ്ചോട് ചേർക്കുകയാണ് അവർ. ഒക്ടോബർ 10 വന്ദനയുടെ പിറന്നാൾ ദിനമാണ്. അന്നേ ദിവസം ആലപ്പുഴ തൃക്കുന്നപ്പുഴയിൽ ഡോക്ടർ വന്ദനാദാസ് മെമ്മോറിയൽ ക്ലിനിക് ഉദ്ഘാടനം ചെയ്യും. വന്ദനയുടെ അമ്മ വസന്തകുമാരിക്ക് കുടുംബ ഓഹരിയായി കിട്ടിയ സ്ഥലത്താണ് ക്ലിനിക്ക് പണിതീർത്തത്. സ്ഥിരമായി 2 ഡോക്ടേഴ്സിന്റെ സേവനമുണ്ടാകും. വന്ദനയുടെ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവർ ക്ലിനിക്കിൽ സേവനം ഉറപ്പു നൽകിയിട്ടുണ്ട്. 2023 മെയ് 10 കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കായി പോലീസ് എത്തിച്ച കുടവട്ടൂർ സ്വദേശി സന്ദീപിന്റെ ആക്രമണത്തിലാണ് ഹൗസ് സർജനായിരുന്ന ഡോക്ടർ വന്ദന കൊല്ലപ്പെട്ടത്. 24 ആലപ്പുഴ.